ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളർന്നു കിട്ടാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു അടിപൊളി കോഴിത്തീറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് വളരെയധികം ചിലവ് കുറച്ച് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ഫുഡാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ നല്ല വൃത്തിയുള്ള 2 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങൾ കുറച്ച് അധികം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ 2 പാത്രത്തിലായിട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാത്രത്തിലത്തെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോളത്തവിടാണ് എടുത്തിട്ടുള്ളത്. ചോളത്തവിട് നമ്മൾ 2 പാത്രത്തിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 കിലോ ചോളത്തവിടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആ 1 കിലോ ചോളത്തവിടാണ് നമ്മൾ പകുതിയാക്കിയിട്ട് 2 പാത്രത്തിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പിണ്ണാക്കാണ്. തേങ്ങാപ്പിണ്ണാക്ക് നമ്മളിവിടെ 1/2 കിലോനാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അത് നമ്മൾ പകുതിയാക്കിയിട്ട് നമ്മൾ 2 പാത്രത്തിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം നനവോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈ ആയി പോവരുത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ കുഴച്ച ഇതെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞാൽ കുറച്ച് വെള്ളം വരുന്ന ടൈപ്പിലായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ 2 പാത്രത്തിലെയും നമ്മൾ മിക്സ് ചെയ്ത് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീടിൻ്റെ പുറത്തായിട്ട് മഴയും വെയിലൊന്നും കൊള്ളാത്ത ഒരു സ്ഥലത്തായിട്ട് നമുക്കിത് കൊണ്ടുവെക്കണം. എന്നാൽ അകത്ത് വെക്കാനായിട്ട് പാടില്ല. ഇതിൽ നമുക്ക് ഈച്ചകൾ വന്ന് മുട്ട ഇട്ടിട്ട് അത് പുഴുക്കളാവണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് ഫുള്ളാവുള്ളൂ. എന്നിട്ട് അതിൽ വരുന്ന പുഴുക്കളാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നല്ല വിറ്റാമിൻസ് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഫുഡാണ്. കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുകയും ചെയ്യും. നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത് കൊടുത്താൽ മതി. ഒരു ദിവസം സ്റ്റാർട്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടർ വാങ്ങിക്കുന്നതിൻ്റെ പൈസ ലാഭിക്കാനും പറ്റും, കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളർന്ന് കിട്ടാനായിട്ടും പറ്റും കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ പാത്രം നിറച്ചും പുഴുക്കളുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് 3ാമത്തെ ദിവസമാണ്. വീഡിയോയിൽ കാണുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണില്ല, നേരിട്ട് കാണുമ്പോൾ അറിയാം നിറച്ചും പുഴുക്കളാണ്. അത് നമ്മൾ കൊള്ളി വെച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ മേലേക്ക് വരണേലും കൂടിയിട്ട് പിന്നെ തിളച്ച് അതിൻ്റെ അടിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ 3ാമത്തെ ദിവസം ഇത്രയുണ്ട്. 4-5 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ വെച്ചിരുന്ന പാത്രം ഫുള്ളായിട്ട് തന്നെ പുഴുക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി കൂടി കിട്ടുകയാണ് കോഴികൾക്ക് കൊടുക്കാനായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ നമുക്ക് സ്റ്റാർട്ടർ വാങ്ങിക്കുന്നതിൻ്റെ പൈസ ലാഭകരമാക്കുകയും ചെയ്യാം. കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചാനലിൽ മുന്നേ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് നമുക്ക് കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചോളത്തവിടും പിണ്ണാക്കും മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് 2 മുട്ട കൂടി അതിൽ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ പുഴുക്കൾ ഒരുപാടുണ്ടാവും. ഇപ്പോൾ ഉള്ള പുഴുക്കളിനെക്കാട്ടും കൂടുതൽ പുഴുക്കൾ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് അങ്ങനെ കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്താലും നമുക്ക് ഒരുപാട് പുഴുക്കൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവർക്കുള്ള ഫുഡ് സ്റ്റാർട്ടർ വാങ്ങിക്കുന്നതിൻ്റെ പൈസ ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ ചീത്ത മണം ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഒരു മണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിത് പുറത്തെവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ മതി. കാക്കയും പിന്നെ കിളികളൊക്കെ കൊത്തി കഴിക്കാതെയും കണ്ടിട്ടൊന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രം. എല്ലാതെയും കണ്ടിട്ട് ഇത് വെച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നമ്മളുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സമയത്ത് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വെച്ച് കൊടുക്കാതെയും കണ്ട് കുറേശ്ശെ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ പുഴുക്കളെ സെപ്പറേറ്റ് ആക്കി കൊടുക്കണം എന്നില്ല. ആ ചോളത്തവിടും പുഴുക്കളിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് തന്നെ അവർക്ക് വെച്ച് കൊടുത്താൽ മതി. അവരത് വളരെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പാത്രം കാലിയാക്കിയിട്ട് തരും കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫുഡ് കൂടിയാണ് ഇത്. പിന്നെ അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏത് പ്രായം മുതലാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്ത് തുടങ്ങാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജനിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ കൊടുക്കാറുള്ളത്. അപ്പോൾ ജനിച്ചിട്ട് 3-5 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ലെസോട്ട വാക്സിൻ കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം കൊടുത്തു തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി വെക്കുക. ഏകദേശം 5-6 ദിവസങ്ങളാകുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പുഴുക്കൾ ഉണ്ടായി കിട്ടുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങിയാൽ മതി കേട്ടോ.
പിന്നെ അടുത്തതായിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അതിൽ പൂപ്പൽ വരില്ലേ, പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വരില്ലേ, പുഴുക്കൾ കൊടുത്താൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വിരശല്യം ഉണ്ടാവുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ അന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂപ്പലൊന്നും വരില്ല, നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നുണ്ടാവുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ തള്ളക്കോഴികൾ ചിക്കി പറക്കുന്ന ചെതലുകളും പുഴുക്കളും പുറ്റുകളും ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ അന്നൊക്കെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരുകയും അവർക്ക് പ്രശ്നങ്ങളൊന്നും അസുഖങ്ങളൊന്നും പെട്ടെന്ന് പിടിക്കുകയില്ല. നമുക്ക് ഈ എന്താ പറയുക പരുന്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാമെന്നല്ലാതെ കണ്ടിട്ട് അസുഖങ്ങൾ വന്ന് ചത്തുപോകൽ വളരെയധികം കുറവാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് തീറ്റച്ചെലവ് ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലത്തെ പുഴുക്കളെ മാത്രമല്ല, ഇതിലത്തെ ചോളത്തോടും കാര്യങ്ങളും എല്ലാം തന്നെ അവർ നന്നായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, കുറച്ച് വലിയ കുട്ടികൾക്കും നമുക്കിത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ചും കൂടി ഒരു വലിയ കുഞ്ഞുങ്ങളുണ്ട്, അവർക്കും കൂടി നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, ബൈ.